ഒരു രക്ഷയില്ലാട്ടായി കൊതുവിനെ കൊണ്ട്. പിന്നെ എന്തൊരു കൊതുവാണ്, ഭയങ്കര കൊതുവിന്റെ ശല്യം ഉണ്ട് അല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശല്യമായിട്ടുള്ളത് എന്താ, കൊതുവാണല്ലേ. അപ്പൊ ഇനി നിങ്ങൾ പേടിക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ ഈ വാതിലൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്യുക, ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും. എന്നിട്ട് 3 ടിപ്സ്, കിടിലൻ ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ അകത്ത് കൊതു വരില്ല. അകത്ത് മാത്രമല്ല, പുറത്ത് നമുക്ക് ഒരുപാട് കൂട് കിട്ടുന്ന കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നിശേഷം നശിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്സ് കൊണ്ട് പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ടിപ്സ് 1 എന്താണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ പഴയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി എടുക്കുക. അത് തൊലിയൊന്നും കളയണമെന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കൂടുതലായിട്ടും ചതക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിനുശേഷം ആര്യവേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ എടുക്കുന്നത് പനിക്കൂർക്ക ഉണ്ടല്ലോ, പനിക്കൂർക്ക, അത് എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ആറിയതിന് ശേഷം നമുക്ക് ഒരു അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും ഓരോ കൊതുക് നിവാരണത്തിനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണ്ട. ഇത് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെളുത്തുള്ളി, ആര്യവേപ്പ്, പനിക്കൂർക്ക, ഇതെല്ലാറ്റിൻ്റെയും മണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കൊതുക് പെട്ടെന്ന് തന്നെ ചാവുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് അത് വിട്ടുപോവുകയും ചെയ്യും കേട്ടോ, നമ്മളെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഇത് കൂടുതലായിട്ടും തളിച്ചു കൊടുക്കേണ്ടത് നമ്മൾ വീടിൻ്റെ പരിസരങ്ങളിലാണ്. അതായത് നമ്മുടെ ഈ പിറകുവശത്തൊക്കെ കൂടുതലായിട്ടും വെള്ളം കെട്ടി നിൽക്കുന്ന വല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ തളിച്ചു കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ഈ കർട്ടൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ കൊതുക് നന്നായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കട്ടിലിൻ്റെ അടിയിൽ നമ്മുടെ ഷെൽഫൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഈ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബെസ്റ്റ് ഒരു സംഭവമാണ് ഇത്. ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കടുകാണ്. അപ്പോൾ കടുക്, അതുപോലെ തന്നെ പെരിഞ്ജീരകം, പിന്നെ എടുക്കുന്നത് കർപ്പൂരാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റംസും നമുക്ക് എന്തായാലും വേണം, അത് ഒഴിവാക്കരുത്. പിന്നെ നമ്മൾ 3 ടിപ്സ് പറഞ്ഞതിൽ നമ്മൾ കർപ്പൂരം ഇടുന്നുണ്ട്. കർപ്പൂരം ഒട്ടും ഒഴിവാക്കാൻ പാടില്ല. കൊതുക് പോവാനുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കർപ്പൂരാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, നന്നായി അരച്ചൊന്നും കൊണ്ടുവരരുത് കേട്ടോ. ഇതൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ എന്നെന്നും ഉണ്ടാക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് മടിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കുന്നത് സവാളയാണ്. സവാള ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ മേൽഭാഗം ഒന്ന് കുഴിച്ചൊന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഒരു എണ്ണ ഒഴിക്കേണ്ട രീതിയിൽ ആക്കിയെടുക്കുക കണ്ടോ. ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണയായിട്ട് കടുകെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ്. കടുകെണ്ണ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ നല്ലെണ്ണ ഒഴിക്കുന്നത്. കടുകെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ കൊതുക് പോകാനായിട്ട്. ഇവിടെ നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തിരി കത്തിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സവാള വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മേലെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ വെച്ചപ്പോൾ, കാരണം നമ്മൾ വെക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് എണ്ണ കിറ്റ് വീണ് അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഏതെങ്കിലും പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു സവാളനെ ഇറക്കി വെച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ കത്തിച്ചൊക്കെ വെക്കുക. ബെസ്റ്റാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നമുക്ക് ആ ഒരു കൊതുകൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാൻ പറ്റും. നല്ല കൊതുകുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കൊതുകുകളൊക്കെ നിലത്ത് ചത്ത് വീഴുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങനെ വല്ലാതെ കൊതുകിൻ്റെ ഒരു ശല്യം വല്ലാതെ അങ്ങ് ഇല്ലാത്ത സ്ഥലത്തായതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇങ്ങനെ ഭയങ്കര ശല്യമുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി ടിപ്സ് 3 ഏതാണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ പഴയ ഒരു ചട്ടി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പുകയിക്കണൊക്കെ ചട്ടി ഉണ്ടല്ലോ അതെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചകിരിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിലവർക്ക് പുകച്ച് തന്നെ പുറത്ത് ചാടിക്കണം എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, ഇങ്ങനെ പുകച്ച് തന്നെ പുറത്ത് ചാടിക്കണം. അപ്പോൾ അതേപോലെ പുകയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചകിരി
ചകിരിയുടെ ഉള്ളിലെ ആ ഒരു ഞാരുണ്ടല്ലോ അതെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ബ്രൂ കോഫി ഇല്ലേ, ഇൻസ്റ്റന്റ് ബ്രൂ കോഫി, അതെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചകിരിയുടെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ മേലേക്ക് ഞാൻ എന്ത് ചെയ്യുക, ബേ ലീഫ്, നമ്മുടെ കറുകയുടെ ഇല, അതിനെ ഒന്ന് ഉണക്കിയാൽ മതി. പച്ചക്കായാലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കൊതു പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പുകയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പുകയിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് അത് കാണിക്കുക. അങ്ങനെ നല്ലൊരു, അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ പുക വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി പുക പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ 2 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി എണ്ണ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് രൂപത്തിലുണ്ട്. അപ്പോൾ എല്ലാ രൂപത്തിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.